നമസ്കാരം. ദൈവനാമത്തിൽ ഓരോ ദൈവത്തിൻ്റെ വിശ്വാസികൾ വീണ്ടും തെരുവുയുദ്ധം നടത്തി. പള്ളിത്തർക്കം എല്ലാ അതിരുകളും വിട്ട് അവകാശ തർക്കം നടക്കുന്ന സെൻറ് മേരീസ് പള്ളിക്ക് മുന്നിൽ രാത്രി 11:15 ആയിരുന്നു. കൂട്ടത്തല്ലും കല്ലേറും തെറിവിളിയുമായി ഓർത്തഡോക്സ് വിഭാഗം യാക്കോബ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. വലിയ ആക്രമണവും ക്രൂരതകളും അരങ്ങേറി. എല്ലാവരെയും ഞെട്ടിച്ച് ആൾക്കൂട്ടത്തിലേക്ക് ഒരു വിഭാഗം വാഹനം ഓടിച്ചു കയറ്റി. അനേകം ജീവനുകൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ മിലിത്തിയോസിനെ പോലും വിശ്വാസികൾ വെറുതെ വിട്ടില്ല. വയോധികനായ ഭദ്രാസനാധിപനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. അവകാശ തർക്കം നടക്കുന്ന സെൻറ് മേരീസ് പള്ളിക്കുള്ളിൽ പ്രാർത്ഥന നടത്തുകയായിരുന്ന യാക്കോബ അംഗങ്ങൾ. എന്നാൽ പള്ളി പിടിക്കാൻ പുറത്ത് ഓർത്തഡോക്സ് വിഭാഗവും നിലയുറപ്പിച്ചതാണ് സംഘർഷങ്ങൾക്ക് കാരണം. പള്ളിക്കുള്ളിൽ നിന്ന് വൻ കല്ലേറ് വന്നപ്പോൾ പള്ളിക്ക് പുറത്ത് നിലയുറപ്പിച്ച ഓർത്തഡോക്സ് വിഭാഗവും തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു. ഈ യുദ്ധത്തിൽ ഇരു വിഭാഗവും പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന പള്ളി കെട്ടിടത്തിന് കേടുപാട് വന്നു. ജനാലയും വാതിലുകളുമെല്ലാം കല്ലേറിൽ പൊട്ടുകയും നശിക്കുകയും ചെയ്തു. വിശ്വാസികളാണ് ഇത്തരത്തിൽ ചേരിതിരിഞ്ഞ അക്രമവും യുദ്ധവും നടത്തുന്നത്. എല്ലാം ക്രിസ്തുവിൻ്റെ പേരിൽ പള്ളി കെട്ടിടവും പിടിക്കാനും നിലനിർത്താനും വേണ്ടി. സഭാതലവനെ പോലും കല്ലെറിഞ്ഞു വീഴ്ത്തുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ രാത്രി കണ്ടത്. 30ഓളം പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണിപ്പോൾ. പള്ളിയുടെ ചില്ലുകൾ കല്ലേറിൽ തകർന്നിട്ടുണ്ട്. ഗേറ്റും തകർത്തു. ACP VK രാജുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പള്ളിക്ക് പുറത്ത് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്ന പന്തൽ പോലീസ് അഴിച്ചുമാറ്റി. സംഘർഷാവസ്ഥയായിട്ടും സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയോ കാവൽ ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംഭവം നടന്ന് 15 മിനിറ്റിന് ശേഷവും പോലീസ് സഹായം ലഭ്യമായില്ല. ഇരുട്ടിൽ പലരും ചിതറിയോടി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഓർത്തഡോക്സ് സഭ കോട്ടയം മെത്രാസന സെക്രട്ടറി ഫാദർ PK കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.